ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം രാവിലെയിലേക്ക് സ്വാഗതം. ഈ ദിവസത്തെ പ്രധാന വാർത്തകളുമായി ഈ വാർത്താ ദിവസം നമ്മൾ സജീവമാക്കാൻ പോവുകയാണ്. അതിലേറ്റവും പ്രധാനം കൊച്ചിയിൽ നടക്കുന്ന ആഗോള സംരംഭക സംഗമം അല്ലെങ്കിൽ നിക്ഷേപക സംഗമമാണ്. ഇൻവെസ്റ്റ് കേരള എന്ന പേരിൽ കേരളത്തിലെ നിക്ഷേപ സൗഹൃദമാണെന്ന് ലോകത്തിലേക്ക് ഒരു സന്ദേശം കൊടുക്കുക എന്ന ലക്ഷ്യമിട്ടൊക്കെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഇന്ന് വൈകിട്ടോടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായി അറിയാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വികസന കുതിപ്പിനായി വൻ പ്രഖ്യാപനങ്ങൾ കാത്ത കേരളം. സമഗ്ര പ്രഖ്യാപനം വൈകിട്ട്. 5 വർഷത്തിനിടെ 30,000 കോടിയുടെ നിക്ഷേപം നടത്താൻ അദാനി ഗ്രൂപ്പ്. ലുലു, ആസ്റ്റ ഗ്രൂപ്പുകളും നിക്ഷേപത്തിന് തയ്യാർ. വ്യാപാര പങ്കാളിത്തത്തിന് സന്നദ്ധരായി UAEയും ബഹ്റൈനും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരം 13ാം ദിവസത്തിലേക്ക്. കോൺഗ്രസും പിന്തുണച്ചതോടെ സമരം ശക്തമാക്കാൻ ആശാവർക്കർമാർ. കൂടുതൽ നേതാക്കൾ പിന്തുണയുമായി സമരപ്പന്തലിലേക്ക്. ഇടുക്കി പന്നിയാർകുട്ടിയിൽ വാഹനാപകടത്തിൽ 3 മരണം. മരിച്ചത് ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരി റീനയും ഭർത്താവും കാർ ഡ്രൈവറും. അപകടം രാത്രി 11 മണിയോടെ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ PC ജോർജിന്റെ അറസ്റ്റിന് സാധ്യതകൾ പരിശോധിച്ച് പോലീസ്. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൽ ജോർജിന്റെ തീരുമാനം തിങ്കളാഴ്ച. കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സ് കൂട്ടമരണത്തിൽ പോസ്റ്റ്മോർട്ടം ഇന്ന്. മരണകാരണം ഇനിയും വ്യക്തമായില്ല. അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയെയും കുടുംബത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാത്രി. ഇസ്രയേലി തടവുകാരെ ഹമാസ് ഇന്ന് മോചിപ്പിക്കും. പകരം പ്രതീക്ഷിക്കുന്നത് 602 പലസ്തീനി തടവുകാരുടെ മോചനം. കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കേരളം ഈ ഉച്ചകോടിയിൽ പ്രതീക്ഷിക്കുന്നത്. പുതിയതായി വരുന്ന നിക്ഷേപങ്ങളുടെ വിശദാംശങ്ങൾ ഇന്നത്തെ ദിവസം പ്രഖ്യാപിക്കും. അദാനി, ലുലു, ആസ്റ്റ ഗ്രൂപ്പുകൾ നിക്ഷേപം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നു. ഡാനി, വ്യവസായ മന്ത്രി P. രാജീവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വലിയ പ്രഖ്യാപനങ്ങൾക്ക് പകരം കൃത്യമായി എത്ര നിക്ഷേപം വരും എന്ന് ഇന്നത്തെ സമാപന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ തന്നെ വളരെ പ്രോത്സാഹനമേകുന്ന രീതിയിൽ UAEയും ബഹ്റൈനും ഒരു വ്യാപാര പങ്കാളിത്തത്തിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ എത്ര കണ്ട് ഒരു ഊർജം പകരുന്നതായിരുന്നു ഇന്നലത്തെ ദിവസം. ഇന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. കേരളത്തിൻ്റെ ഒരു കുതിപ്പിന്, കേരളത്തിൻ്റെ ഒരു വരുന്ന ഒരു പ്രതീക്ഷകൾക്ക് എല്ലാം തന്നെ വലിയ ഉണർവേകുന്ന രീതിയിലാണ് ഈ ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന ഒരു ആശയം നടപ്പാക്കുന്നത്. അതിൽ ആദ്യ ദിവസം തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് അതിൻ്റെ സമാപനമാണിത്. ഇന്ന് അതിൻ്റെ ഒരു പൂർണ്ണത എന്താണ് കേരളം പ്രതീക്ഷിക്കുന്നത്, കേരളത്തിന് ഈ 2 ദിവസം കൊണ്ട് എത്രത്തോളം വികസന സങ്കല്പങ്ങളോടെ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തവും കൃത്യതയുമാർന്ന ഒരു വിശകലനം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു. 26 രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. 3 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സംഘങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ ഒരു നിക്ഷേപ സാധ്യതകളിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ രീതിയിൽ തന്നെ അതിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉള്ള ഒരു പ്രഖ്യാപനം, അത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയിൽ നിന്ന് ഇന്നലെ ഉണ്ടാകുന്നു. 50,000 കോടി രൂപയുടെ പദ്ധതികൾ, അടിസ്ഥാന വികസന പദ്ധതികൾ കേരളത്തിൽ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാം തന്നെയും കേരളത്തിൻ്റെ ഒരു വികസനത്തിന് വലിയ രീതിയിൽ തന്നെ മുതൽക്കൂട്ട് പകരുന്നതാണ്. അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാത്രമേ അത് കേരളത്തിന് മുന്നോട്ട് പോകാൻ, ഏതൊരു രാജ്യത്തിനും ഏതൊരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതിന് ഉതകുന്ന രീതിയിലേക്കുള്ള വലിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുന്നു. അങ്കമാലി മുതൽ
കുണ്ടന്നൂർ വരെയുള്ള പാത അത് 6 വരിയാക്കുന്നു. 6500 കോടി രൂപയുടെ വികസന പദ്ധതികൾ വരുന്നു. തിരുവനന്തപുരം വിഴിഞ്ഞത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഔട്ടർ റിംഗ് റോഡിന് 5000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. മലബാർ മേഖലയും അതോടൊപ്പം തന്നെ പാലക്കാട് കഞ്ചിക്കോട് ഉൾപ്പെടുന്ന ആ മേഖലയുടെയും വലിയ രീതിയിലുള്ള ഈ അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളുടെയും മറ്റും കണക്ടിവിറ്റി കാര്യങ്ങളുമായിട്ട് 10840 കോടി രൂപയുടെ പദ്ധതികൾ വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഒപ്പം കേരളത്തിലേക്ക് വികസനത്തിൻ്റെ വലിയ പ്രതീക്ഷ നൽകുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ പ്രഖ്യാപനമാണ്. ഇന്നലെ വിഴിഞ്ഞം പോർട്ട് MD കൂടിയ കരൺ അദാനി പറഞ്ഞത് 30,000 കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിന് ഈ വരുന്ന 5 വർഷത്തിനുള്ളിൽ അതിൽ നടപ്പാക്കാനായിട്ട് ലക്ഷ്യമിടുന്നു എന്നതാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വിഴിഞ്ഞത്തിന് വേണ്ടി മാത്രമായിട്ട് ഏതാണ്ട് 20,000 കോടി രൂപയുടെ പദ്ധതിയാണ് വിഴിഞ്ഞത്തിൻ്റെ ഒരു അടുത്ത ഫേസ് എന്ന രീതിയിലേക്ക് വരികയും ചെയ്യുന്നത്. പ്രാദേശികമായി ഇത്തരം തുറമുഖ സങ്കല്പങ്ങൾ, വികസന പദ്ധതികൾ അത് യാഥാർത്ഥ്യമാക്കുക എന്നത് വലിയ രീതിയിലുള്ള വികസന കാഴ്ചപ്പാടുകൾ തന്നെയാണ് പകരുന്നത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള വികസനം, ഈ പോർട്ടുകളുടെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് വിഴിഞ്ഞത്തിന് 20,000 കോടി രൂപ അവർ അടുത്ത ഈ കാലഘട്ടത്തിലായിട്ട് ചെലവഴിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് 5500 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെയും ലോജിസ്റ്റിക് ആൻഡ് ഇ കൊമേഴ്സ് പാർക്ക് സ്ഥാപിക്കുന്നുണ്ട്. അത് കളമശ്ശേരിയിലാണ് വരുന്നത്. അവിടെ 5000 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലേക്ക് കേരളത്തിൽ ഇപ്പോൾ അവർ മുതൽ മുടക്കിക്കൊണ്ടിരിക്കുന്നതിന് പുറമെ വീണ്ടും അതിലേക്ക് തന്നെ കടന്നു വരുന്നു. കേരളത്തിൽ ഉറച്ച നിക്ഷേപം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് വൻകിട ഗ്രൂപ്പായ അദാനി അത് കടന്നിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് പറയേണ്ടത്. ലുലു ഇതിൽ ഇന്ന് അവരുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ മുതൽ മുടക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ലുലു വലിയ രീതിയിൽ തന്നെ മുതൽ മുടക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകും. ഇന്ന് അത്തരം പദ്ധതികൾ അവർ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ തന്നെയുള്ള ഒരു സൂചനകളെന്ന് പറയുന്നത് നിലവിൽ ഇൻഫോ പാർക്കിൽ ഒരു 4 ടവറുകളിലായിട്ട് അവർ ഒരു IT പാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. 2200 കോടി രൂപയുടെ വികസനം അവിടെ നടപ്പാക്കുന്നതിന് പുറമേ തന്നെയാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രദേശത്ത് 2 വലിയ IT ടവറുകൾ കൂടി വന്നിട്ടുണ്ട്. അത് പ്രാവർത്തികമാകുന്നതോടെ 15,000 പേർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അത് മാറുന്നു. വലിയ രീതിയിലേക്ക് വൻകിട IT കമ്പനികൾക്കടക്കം വലിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ട്വിൻ ടവർ എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ആ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ വലിയ ഒരു പ്രതീക്ഷയാണ് ഈ രംഗത്ത് നൽകുന്നത്. ഇതിനെല്ലാം പുറമെയാണ് കൂടുതൽ പദ്ധതികൾ അവർ ഇന്ന് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ആതുര ശുശ്രൂഷ രംഗത്ത് ഏറെ ശ്രദ്ധേയമായ, രാജ്യത്തും വിദേശത്തുമെല്ലാം തന്നെ കാലുറപ്പിച്ച ആസ്റ്റർ മെഡ് സിറ്റി വീണ്ടും അവരുടെ ഒരു ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 3 വർഷം കൊണ്ട് നടപ്പാക്കിയ 500 കോടി രൂപയുടെ പദ്ധതികൾ, അതിന് പുറമെയായിട്ട് 850 കോടി രൂപയുടെ പദ്ധതികൾ കൂടി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് അടുത്ത ഇപ്പോൾ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് പുറമെയാണ് പുതിയ 850 കോടി രൂപയുടെ പദ്ധതികൾ കൂടി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആതുര ശുശ്രൂഷ രംഗത്ത് കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങളും കാര്യങ്ങളും എല്ലാം നൽകുന്ന രീതിയിലേക്ക്, വലിയ രീതിയിലേക്ക് അത് മുതൽക്കൂട്ട വരുന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറിയിരിക്കുന്നു. അങ്ങനെ വലിയ വൻകിട ഗ്രൂപ്പുകളുടെ എല്ലാം തന്നെ വലിയ നിക്ഷേപ പദ്ധതികളും ജോലി സാധ്യതകളും എല്ലാം തന്നെയാണ് ഈ ആഗോള നിക്ഷേപ സംഗമത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഇവിടെ വിവിധ രാജ്യങ്ങളുടെ മന്ത്രിതല സംഘങ്ങൾ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള പല രാജ്യങ്ങളിൽ തന്നെ നേരിട്ട് മുതൽ മുടക്കാനടക്കം ഉള്ള അവരുടെ ഒരു ആഗ്രഹമെല്ലാം തന്നെ അവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം തന്നെ കേരളത്തിനെ അടുത്ത ഒരു കാലത്തേക്ക് മികച്ച രീതിയിൽ ഷോക്കേസ് ചെയ്യപ്പെടാൻ പറ്റുന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറുന്നു എന്നതാണ്. കേരളം മാറുന്നു എന്നതിൻ്റെ വലിയ സന്ദേശമാണ് ആഗോള നിക്ഷേപ സംഗമം നൽകുന്നത്. ഇത് സംബന്ധിയായ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി ഡാനി, ഇന്ന് അല്പസമയത്തിനകം നമ്മൾ ശ്രീ ചാണ്ടി ഉമ്മൻ MLA കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ഇൻവെസ്റ്റ് കേരള മീറ്റിൽ ഇന്നലെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും അവരും വലിയ രീതിയിൽ പ്രോത്സാഹനവുമായി രംഗത്തെത്തുന്നുണ്ട്. കേരളത്തിൻ്റെ വികസനം എന്നത് ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാര്യമാണ്. ക്ഷമിക്കണം.
എന്നൊരു നിലപാടിലേക്ക് പ്രതിപക്ഷം കൂടി എത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനെ പോലെ ഒരു യുവ നേതാവിനൊക്കെ ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കൗതുകത്തോടെ തന്നെ നമുക്ക് കാണണം. ചാണ്ടി ഉമ്മൻ അല്പസമയത്തിനകം തന്നെ നമ്മൾക്കൊപ്പം ഈ ഒരു രാവിലെയിൽ ചേരുന്നുണ്ട്. വിശദമായി ആ സമയത്ത് വരാം. ഡാനി, കോടനാട് ചികിത്സയിലിരിക്കെ കാട്ടാന ചെരിഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക വിവരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റു വിവരങ്ങൾ? ശ്രീജ, ഇതിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പൂർത്തിയായത്. കാട്ടുകൊമ്പന് ജഡം സംസ്കരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്, നേരത്തെ പറഞ്ഞിരുന്നത് തലച്ചോറിന് അണുബാധ ഏറ്റിട്ടില്ല എന്ന രീതിയിൽ തന്നെ ആ ഒരു നിഗമനത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് തെറ്റാണ്. തലച്ചോറിന് അണുബാധ ഏറ്റിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. പക്ഷേ മരണകാരണം അതല്ല, പെട്ടെന്നുണ്ടായ ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൻ്റെ ഒരു കണ്ടെത്തലായിട്ട് പറയുന്നത്. വലിയ രീതിയിലുള്ള മുറിവാണ് ആനയ്ക്ക് ഉണ്ടായിരുന്നത്. അത് അതിൻ്റെ ആ ഒരു ദിനചര്യ അടക്കം, ഭക്ഷണം എടുക്കുന്നത് അടക്കമുള്ള അതിൻ്റെ ഒരു ആരോഗ്യത്തെ എല്ലാം തന്നെ ബാധിച്ചിരുന്നു. വലിയ ക്ഷീണം അതിന് ഉണ്ടായിരുന്നു. കാര്യമായ രീതിയിലുള്ളൊരു മുറിവാണ് അതിന് പറ്റിയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സ്ഥിരീകരിക്കുന്നത്. ആ മുറിവ് പറ്റാനിടയായ സാഹചര്യം അത് മറ്റൊരു ആനയുടെ തന്നെ കുത്തേറ്റിട്ടാണ് ആ മുറിവ് സംഭവിച്ചിരിക്കുന്നത് എന്നതുകൂടി അതിൽ വ്യക്തമാകുന്നുണ്ട്. നേരത്തെ തന്നെയും അത്തരം കാര്യങ്ങളിൽ മുറിവ് ഈ രീതിയിൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞിരുന്നത് ഇതിന് കുറച്ചുകൂടി ഒരു ആധികാരികത വന്നിരിക്കുന്നു എന്നതാണ്. കാരണം ഇതിൽ നാട്ടുകാർക്കടക്കം ചില സംശയങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. കാരണം ഇതിൽ ലോഹ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിച്ചു, എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നാട്ടുകാർ ഇത് പറയുന്നത് ഇതിൽ ഈ പ്രദേശത്ത് ആന വേട്ടയാട് അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷേ ഈ കാട്ടുപന്നികളെ, അതോടൊപ്പം തന്നെ കാട്ടുപോത്തിനെ, ഇതെല്ലാം വേട്ടയാടുന്ന സംഘങ്ങൾ ഈ മേഖലയിൽ വളരെ സജീവമാണ്. വളരെ അപ്രതീക്ഷിതമായി ഒരു ആന മുന്നിലേക്ക് വന്നപ്പോൾ ചിലപ്പോൾ വീര്യം കുറഞ്ഞ കരിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നിറയൊഴിച്ചതാവാം ഈ രീതിയിലുള്ളൊരു മുറിപ്പാടുണ്ടായതെന്ന് സംശയമെല്ലാം പ്രദേശവാസികൾ വെച്ച് പുലർത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അതിന് ഒരു അടിസ്ഥാനമില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ആ മുറിവിൻ്റെ സ്വഭാവം ആ രീതിയിലുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും മറ്റൊരു ആക്ഷേപം കൂടി വരുന്നത്, ഇത് ആദ്യഘട്ടത്തിൽ ആനയ്ക്ക് മരുന്ന് നൽകി വിട്ടയച്ച സമയത്ത് അന്ന് ഈ ചികിത്സ നൽകിയിരുന്നെങ്കിൽ കുറെ കൂടി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടാകുമായിരുന്നു. വനം വകുപ്പ് അത്തരം രീതിയിലുള്ളൊരു കരുതലിലേക്ക് പോയിരുന്നില്ല എന്നൊരു വിമർശനവും വരുന്നുണ്ട്. എന്തായാലും വളരെ ദുഷ്കരമായൊരു ദൗത്യത്തിനൊടുവിൽ ആനയെ മയക്കുടി വെച്ച് പിടികൂടി കോടനാട് കൊണ്ടുവരാൻ സാധിച്ചു. ചികിത്സ തുടരുന്നതിനിടെയാണ് വളരെ അപ്രതീക്ഷിതമായി അത് ചെരിയുന്നത്. ഇന്നലെ പോസ്റ്റ്മോർട്ടം പ്രോട്ടോകോൾ പ്രകാരം ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ നടന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് ഹൃദയസ്തംഭനം തന്നെയാണ് മരണകാരണം എന്നാണ്. ഒപ്പം അതിൻ്റെ പഴുപ്പ് തലച്ചോറിലേക്ക് നീങ്ങിയിരുന്നു, അണുബാധയുണ്ട് എന്നത് കൂടി സ്ഥിരീകരിക്കുന്നു. ശ്രീജ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മുറിവിന് 1.5 അടി ആഴം, അത്രയേറെ ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു ഈ പരിക്കേറ്റ കൊമ്പനുണ്ടായിരുന്നത്. അതിൽ പുഴുവരിച്ചിരുന്നു, തുമ്പിക്കൈയിലേക്ക് അതിൻ്റെ അണുബാധ വ്യാപിച്ചിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഡോക്ടർമാർ ചികിത്സ നൽകി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതീക്ഷ വളരെ കുറവായിരുന്നു. പക്ഷേ എങ്കിൽ പോലും കൃത്യമായൊരു ചികിത്സ നൽകുക എന്നതായിരുന്നു വനം വകുപ്പ് മെഡിക്കൽ സംഘത്തിന് മുന്നിലുള്ള ദൗത്യം. അവർ അതിന് ശ്രമിച്ചെങ്കിലും ഇന്നലെ വളരെ പെട്ടെന്നാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഈ കൊമ്പൻ ചെരിഞ്ഞത്. എന്തായാലും എല്ലാവരും പ്രതീക്ഷിച്ചത് ഇത്രയേറെ ശ്രമകരമായ ഒരു ദൗത്യത്തിനൊക്കെ ഒടുവിൽ അതിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊക്കെ വിഫലമാക്കിക്കൊണ്ടാണ് ഇന്നലെ കാട്ടാനയുടെ അന്ത്യം സംഭവിച്ചത്. മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി അകന്നു കഴിയുന്ന നേതാക്കളും പ്രവർത്തകരും CPM-ൽ ചേർന്നു. മുൻ KPCC എക്സിക്യൂട്ടീവ് അംഗം സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ 100ഓളം പേരാണ് CPM-ൽ എത്തിയത്. പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമത കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ചേവായൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ CPM-ലേക്ക് എത്തിയതോടെ വയനാട് DCC ട്രഷറർ NM വിജയന്റെ പാതയിലൂടെയുള്ള ഒരുപാട് ആത്മഹത്യകൾ ഒഴിവാക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ദിശാബോധത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ നിർബന്ധ ബുദ്ധി കാണിച്ചതാണ് കോൺഗ്രസിൽ നിന്ന്
ഇവരെ വ്യതിരിക്തമാക്കുന്നത്. ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ അവർക്ക് വളരെ വ്യക്തതയോടുകൂടി തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ മുഖം നമുക്കെല്ലാം മനസ്സിലായത് തന്നെയാണ് സുധാകരന്റെ പ്രശ്നം. 61 കൊല്ലത്തെ കോൺഗ്രസ് ഭരണത്തിന് അവസാനം കുറിച്ചാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ സഹകരണ ബാങ്കായ ചേവായൂർ ബാങ്ക് വിമതരുടെ പിന്തുണയോടെ CPM പിടിച്ചത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടിയാണ് ഉണ്ടായത്. 100 കോടി രൂപയുടെ ആസ്തിയും 500 കോടി രൂപയുടെ നിക്ഷേപവുമുള്ള ബാങ്കിന് നഗരത്തിനുള്ളിൽ 8 ശാഖകളും 3 സൂപ്പർ മാർക്കറ്റും 3 നീതി മെഡിക്കൽ സ്റ്റോറുകളും സഞ്ചരിക്കുന്ന ATM-ഉം കോർ ബാങ്കിംഗ് സംവിധാനവുമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ചാനൽ ചർച്ചയിലും അല്ലെങ്കിൽ പ്രസംഗത്തിലുമൊക്കെ ഓരോന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒരു വലിയ തിരിച്ചടി നേരിടുകയാണ് ഇപ്പോൾ PC ജോർജ്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ PC ജോർജിന്റെ അറസ്റ്റിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഹൈക്കോടതി ഉത്തരവ് പരിഗണിച്ച് തുടർ തീരുമാനമെടുക്കാനാണ് പോലീസിന്റെ ആലോചന. സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ BJP നേതൃത്വവുമായി ആലോചിച്ച് ജോർജ് തിങ്കളാഴ്ച തീരുമാനമെടുക്കും. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യമൊക്കെ ആലോചനയിലുണ്ടെങ്കിലും ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ ഒരു സൂചനയാണ്. ഒരുപക്ഷെ സുപ്രീം കോടതി വരെ പോയാൽ പോലും ഈ വിഷയത്തിൽ തിരിച്ചടിയാകുമെന്നൊരു സൂചനയുണ്ട് താനും. എന്താണ് PC ജോർജ് ക്യാമ്പിന്റെ ചർച്ചകൾ? അവിടെ എന്തൊക്കെയാണ്? പോലീസ് എന്താണ് ഇതിലെടുക്കുന്ന നിലപാട്? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകണോ, ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനമെടുക്കാൻ BJP നേതൃത്വവുമായി കൂടി ഒരു ആലോചന നടത്തുകയാണ് PC ജോർജ് ക്യാമ്പ് ഇപ്പോൾ ചെയ്യുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് വേണമെങ്കിൽ ഒരു അറസ്റ്റിലേക്ക് പോകാവുന്ന സാഹചര്യം തന്നെ ഉണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചില കേസുകളിൽ കാത്തിരുന്ന പോലെ നടൻ സിദ്ദിഖിന്റെ കേസിലൊക്കെ സുപ്രീം കോടതി വരെ പോകുന്നത് വരെ കാത്തിരുന്നിരുന്നു. അതുപോലെ കാത്തിരിക്കാൻ പോലീസ് ആലോചിക്കുന്നുണ്ടോ എന്നത് വ്യക്തമല്ല. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഒരു വിശദീകരണവും വരുന്നില്ല. മാത്രമല്ല, ഇത് കേവലം പോലീസിന്റെ ഒരു നടപടി മാത്രമായിരിക്കില്ല. PC ജോർജ് ഒരു BJP നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായൊക്കെ ചേർന്നുകൊണ്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ ആ ഒരു തീരുമാനത്തിന് വേണ്ടി പോലീസ് കാത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ PC ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാകാത്തതിൽ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. ഇന്നലെ PDP, ഇന്ന് SDPI, അങ്ങനെ വിവിധ മുസ്ലിം സംഘടനകൾ ഇതിൽ ഒരു വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ട് ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ ചോദ്യം. എന്തായാലും തിങ്കളാഴ്ച BJPയുമായി ആലോചിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാകും. PC ജോർജ് ഒരു പക്ഷേ സുപ്രീം കോടതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ ഇതുവരെ ഹൈക്കോടതിയിൽ വരെ പോയത് സ്വന്തം നിലയ്ക്കാണ്. സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ കൂടി ഒരു പിന്തുണ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണമാകുമെന്ന് അവർ കരുതുന്നുണ്ട്. മാത്രവുമല്ല, കൂടുതൽ ഉന്നതരായ അഭിഭാഷകരുമായൊക്കെ ആലോചന നടത്തിയൊരു തുടർ തീരുമാനം എന്ന നിലയിലേക്ക് ജോർജ് ക്യാമ്പ് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പല സസ്പെൻസും തുടരുകയാണ്. നേരത്തെയൊക്കെ PC ജോർജിനെ അറസ്റ്റ് ചെയ്തത് യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ്. അത്തരം ഒരു മുന്നറിയിപ്പൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളതും ബാക്കിയാണ്. നിലവിൽ എന്തായാലും 2 കേസുകളുടെ ജാമ്യ വ്യവസ്ഥ കൂടി PC ജോർജ് ലംഘിച്ചിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗവും ഒപ്പം തന്നെ എറണാകുളം പാലാരിവട്ടത്ത് നടത്തിയ പ്രസംഗത്തിലും ഈ വിദ്വേഷ പ്രസംഗം എന്ന നിലയിൽ പരിഗണിക്കുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കോടതി അതിൽ ജാമ്യം അനുവദിച്ചു. അത്തരം ജാമ്യ വ്യവസ്ഥ ജാമ്യത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഹൈക്കോടതിയെ ചൊടിപ്പിച്ചത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ശ്രീജിത്ത്, സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രസംഗത്തിന്റെ പേരിലൊക്കെ ആകുമ്പോൾ ഒരു കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കില്ല. പക്ഷേ 2 തവണ പാലാരിവട്ടം സ്റ്റേഷനിൽ ഒരു കേസുണ്ട്, തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ ഒരു കേസുണ്ട്. ഈ 2 കേസിലും ജാമ്യത്തിൽ നടക്കുകയാണ്. അതായത് തുടർച്ചയായി ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ഹാബിച്വൽ ഒഫൻഡർ എന്നതുപോലെയാണ് കോടതി കണക്കാക്കുന്നതെങ്കിൽ ജോർജിന് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവില്ലേ? അത് അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ അവർ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.
തീർച്ചയായും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ കൂടി പോകാനുള്ള സാധ്യത. പക്ഷേ അത് പാർട്ടിയുമായി കൂടി ആലോചിച്ചൊരു അന്തിമ തീരുമാനം എടുക്കുക എന്ന നിലയിലേക്ക് PC ജോർജും ഒപ്പം തന്നെ മകൻ ഷോൺ ജോർജും ഒക്കെ എത്തിയിട്ടുള്ളത്. ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു തുടർച്ചയാണ്. കേവലം ഏതെങ്കിലും ഒരിടത്ത് അബദ്ധത്തിൽ പറഞ്ഞു പോകുന്ന മാത്രമാണ് എന്ന് കരുതാൻ കഴിയുന്ന നിലയിലല്ല എന്നാണ് കോടതിയുടെ അടക്കം വിലയിരുത്തലുള്ളത്. കോടതി പലതരത്തിൽ ഇതിനെ ഈ ഹൈക്കോടതി അടക്കം രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവർക്ക് പരമാവധി 3 വർഷം വരെയാണ് ശിക്ഷയൊക്കെ ഉള്ളത്. അതിൽ കൂടുതൽ അതെന്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല എന്ന ചോദ്യമൊക്കെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഹൈക്കോടതി ഇതിനെ വളരെ ഗൗരവമായിട്ട് കാണുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഇങ്ങനെ ഒരു ഉത്തരവിട്ടത്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ ആയതുകൊണ്ട് തന്നെ അതിനി സുപ്രീം കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഇനി നിയമപരമായുള്ള വഴി. അതിലേക്ക് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതിനും അപ്പുറത്തേക്ക് ഒരുപക്ഷെ PC ജോർജ് തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിൽ BJP നേതൃത്വത്തിനും പലതരത്തിൽ അതൃപ്തികൾ ഉണ്ട്. ഇതൊരു നിയന്ത്രിച്ചില്ല, പ്രത്യേകിച്ച് ജാമ്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. അയാൾ തന്നെ വീണ്ടും ഇത് ആവർത്തിക്കുന്നത് പാർട്ടി നേതൃത്വത്തിനും ഫലത്തിൽ തലവേദനയാകുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് ഒരുപക്ഷെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി അതിന് വിധേയനായി മുന്നോട്ട് പോകട്ടെ, അറസ്റ്റെങ്കിൽ അറസ്റ്റ് എന്ന നിലപാടിലേക്ക് പോകട്ടെ എന്നുള്ള ആലോചനകൾ പോലും ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഒരു അന്തിമമായ വ്യക്തത വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് PC ജോർജിന്റെ കാര്യത്തിൽ പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ആകാംക്ഷയോടെ നോക്കാം. ഒരു പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് പോകുമോ, അതോ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അതുകൂടി കാത്തു നിൽക്കുമോ? ഇതൊക്കെ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിട്ടുള്ള ആ സസ്പെൻസും പെട്ടെന്നുള്ള അറസ്റ്റും ഒക്കെ നമ്മുടെ ഓർമ്മകളിൽ ഉള്ളതുകൊണ്ടാണ് എന്താണ് പോലീസ് ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്നതിലൊരു ആകാംക്ഷ നിലനിൽക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ്. കഴിഞ്ഞ 13 ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുകയാണ്. ആശാ വർക്കർമാർക്ക് പരസ്യ പിന്തുണയുമായി കോൺഗ്രസ് നേതൃത്വം കൂടി രംഗത്തെത്തിയതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ വേദിയിലേക്ക് എത്തും. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ കോൺഗ്രസ് അതിനെ എടുക്കുന്നുണ്ട്, UDF അതിനെ എടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സർക്കാരിനും ഈ വിഷയത്തിൽ ഒരു ഈഗോ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചാൽ അത് തിരിച്ചടിയാവും. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുൻപുള്ള ഒരു സമയമാണ്. ഇവർ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ്, ആ മേഖലയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണ്. ഈ തിരിച്ചറിവ് സർക്കാരിനില്ല. ഇത് എത്ര ദിവസം നീണ്ടുപോകും? ശ്രീജ, ആരുടെയും പിന്തുണയില്ലാതെ ആശാ വർക്കർമാർ തുടങ്ങിയ സമരമാണ് 13ാം ദിവസത്തിലേക്ക് ഇന്ന് കടക്കുന്നു. പതിയെ പതിയെ ഈ സമരം വലിയൊരു ജനകീയ മുന്നേറ്റമായി മാറുന്നൊരു സൂചനകളാണ് നമുക്ക് ഓരോ ദിവസവും ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ, കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സമരപ്പന്തലിലെത്തി ഇവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അതാണ് പുതിയൊരു വ്യത്യാസം ഈ സമരത്തിലുള്ളത്. സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിനുള്ള പ്രചരണവുമുണ്ട്. പക്ഷേ അതിനോടുള്ള പ്രതികരണം അങ്ങനെയല്ല ഈ സമരസഭ നടത്തുന്നത്. ആരും ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോഴും ആശാ വർക്കർമാർ തന്നെ ഈ സമരത്തെ നയിക്കുന്നു. അങ്ങനെയല്ലേ ഇതിന്റെ വസ്തുത? തീർച്ചയായിട്ടും അതൊരു തെറ്റിദ്ധാരണാജനകമായ വാർത്തയാണ്. ഈ സമരം ആരംഭിച്ചത് ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന 2013 മുതൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. നമ്മൾ നടത്തിയ നിരന്തരമായ ഈ വർഷങ്ങളിൽ അത്രയും നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഉയർന്ന ഘട്ടം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. ഈ ഇത്രയും വലിയൊരു സമരം എന്നുള്ള നിലയിൽ സ്വാഭാവികമായും നമ്മുടെ സമരത്തിന്റെ ന്യായയുക്തതയും അത് നേടിയെടുക്കേണ്ടുന്ന ആവശ്യകതയും ബോധ്യപ്പെട്ട നിരവധി സംഘടനകൾ നമ്മളെ പിന്തുണയ്ക്കാൻ വരുന്നുണ്ട്. ആ പിന്തുണയെല്ലാം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ്. കാരണം പിന്തുണയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ പിന്തുണയെല്ലാം നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷെ നമ്മുടെ സമരം മുന്നോട്ട് കൊണ്ടുവന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ. ബിനോയ് ബിഷപ്പ് CPയുടെ നേതാവ്, ഭരണമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹമൊക്കെ ഈ സമരം തീർക്കണമെന്ന ആവശ്യം മുന്നോട്ട് വന്നു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് ഈ ആശാമാരെ കരുവാക്കിക്കൊണ്ട് ഇതിനെ നേട്ടം കൊയ്യാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്, അവർക്ക് ആയുധമായി മാറരുത് എന്നൊരു ഇതും കൂടെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ള ആരെങ്കിലും ശ്രമിക്കുന്നത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്?
ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതൊരു സംഘടന നടത്തിക്കൊണ്ട് ഇത് ഒരു കുറെ ആശമാർ ഒരു ദിവസം പെട്ടെന്ന് കൂടി ഒന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുന്നതല്ലല്ലോ. ഇത് വളരെ ആലോചിച്ചുറച്ച് നമ്മളെടുത്ത ഒരു തീരുമാനമല്ലേ. അപ്പൊ ആ സംഘടനയ്ക്ക് തീർച്ചയായിട്ടും ഈ സമരം നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് കുറച്ച് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ വന്നത്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തെ പോലെയുള്ള ഇത്രയും പ്രവർത്തന പാരമ്പര്യമൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ നേതാവ് കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കണം. ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഈ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ഈ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ ആയിട്ട് ഏതൊരാൾക്കും പറയാൻ പറ്റുന്ന ഒരു കേട്ടുകമണത്തെ ഒരു അഭിപ്രായമാണ്. മറിച്ച് അതിനപ്പുറത്തായിട്ട് ഇതിന്റെ ഉള്ളെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം. സ്വാഭാവികമായും പ്രതിപക്ഷത്തിനും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകും. സർക്കാരിനെതിരെ കിട്ടുന്ന വലിയൊരു അവസരമാണ്, വലിയ ജനശ്രദ്ധ കിട്ടുന്ന ഒരു സമരമാണ്. ആ സമരം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കില്ല. അതൊരു ചെറിയ വെറുതെയുള്ള സംശയമല്ലല്ലോ. അങ്ങനെ ആ സമരത്തെ റാഞ്ചാൻ ആരെങ്കിലും വന്നാൽ എങ്ങനെയൊക്കെ സംഭവിക്കും? ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സംഘടനയാണ് ഇവിടെ സമരം നടത്തിയത്. അതിന് പിന്തുണയുമായി പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, എത്രയോ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നു. ചർച്ച് കൌൺസിലിന്റെ അതിന്റെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറഞ്ഞത് ഇവിടെ ഇത് പരിഹരിച്ചില്ല എങ്കിൽ അവർ ഒന്നടങ്കം ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ എത്രയോ സംഘടനകൾ ഇവിടെ വന്നേക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെ പ്രതിപക്ഷ പാർട്ടികളോ മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ള ധാരാളം സംഘടനകളും വ്യക്തികളും. അത് ഒരുപക്ഷെ വലിയ നേതാക്കന്മാരായിരിക്കില്ല, അവരുടെ പേര് പരിചിതമായിരിക്കത്തില്ല, ആ സംഘടന അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള സംഘടനയായിരിക്കില്ല. പക്ഷേ എത്രയോ സംഘടനകൾ ദിവസം ഇവിടെ വരുന്നു നമുക്ക് പിന്തുണയുമായി. പ്രതിപക്ഷ നേതാവ് വന്നു, കെ സുധാകരൻ KPC പ്രസിഡന്റ് വന്നു, ഇന്ന് രമേശ് ചെന്നിത്തല വീണ്ടും വരുന്നു. ആ ദിവസം അദ്ദേഹം വന്നതാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കോൺഗ്രസ് സമരമായി സർക്കാർ കണക്കാക്കില്ല. അവർക്കൊരു ഈഗോ വർക്കൌട്ടായാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ദുഷ്കരമാവുകയുള്ളൂ പരിഹരിക്കാൻ. അല്ല, അങ്ങനെ ഈഗോ വർക്കൌട്ട് ആകേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. നമ്മൾ ഉന്നയിക്കുന്ന വളരെ ഏറ്റവും സിമ്പിളായിട്ട് സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് ഡിമാൻഡുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സെക്രട്ടേറിയറ്റ് നടയിൽ സ്ത്രീകൾ ഇപ്പോൾ ഒരു വെയിലത്തിരുന്ന് സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്തുണയുമായി വരും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ലേ തൊഴിലാളി സമരങ്ങളുടെ പാരമ്പര്യമുള്ളവർ, അവരും വരണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ വിനോയ് വിശ്വം അഭിപ്രായം പറഞ്ഞു, അദ്ദേഹം വരട്ടെ, നമ്മളോട് സംസാരിക്കട്ടെ. സ്വാഗതം, 100% സ്വാഗതം. നമ്മൾ ഒരാളെയും പിണക്കി അയക്കില്ല, നമ്മളെല്ലാവരുടെയും പിന്തുണ സ്വീകരിക്കും. അത് പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല, ഇതിനകം ഡസൻ കണക്കിന് സംഘടനകൾ വന്ന് ഇവിടെ നമുക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് വേറെ എന്തെങ്കിലും പ്രതികാര നടപടികൾ പോലെ അങ്ങനെയൊക്കെ അത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മഹാസംഗമം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ എല്ലാ സ്ഥലങ്ങളിലും അതിലേക്ക് ആള് വരാതിരിക്കാനുള്ള വലിയൊരു പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. വോയിസ് മെസ്സേജുകളായിട്ടും റിട്ടേൺ ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഇന്നലെ മെനിങ്ങാന്ന് കണ്ടല്ലോ, ആയിരക്കണക്കിന് ആശമാരാണ് കാസർഗോഡ്, വയനാട് മുതൽ ഉള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവരെ എല്ലാം ലിസ്റ്റ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാ സെന്ററുകളിൽ നിന്നും ആശമാർ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് വന്ന് ലിസ്റ്റ് ചോദിക്കുന്നു, സമരത്തിൽ പങ്കെടുത്ത എത്ര പേരാണെന്നുള്ള ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. അതൊക്കെ ആസൂത്രിതമായി അവരെ ഭയപ്പെടുത്താനും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊക്കെ ഭീഷണിയുണ്ട്. ഇതിനകത്ത് ഭവിഷ്യത്ത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ, അനുഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അത് വ്യക്തമായും ഭരണാനുകൂല സംഘടനയായ CITU ആണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ആശമാർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഏതൊരു തൊഴിൽ മേഖലയിലും സമരം ഉണ്ടാകും. ആ സമരത്തെ തകർക്കാൻ ഇത്തരത്തിലുള്ള നടപടികൾ എന്ന് പറഞ്ഞാൽ മറ്റ് സംഘടനകൾ നടത്തും. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല. നമ്മൾ 100 വർഷത്തിന് മുമ്പ് ഇവിടെ കേരളത്തിൽ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ആദ്യമേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആരംഭിച്ചത് വാടപ്പുറം ബാവ എന്ന് പറയുന്ന ഒരു കയർ ഫാക്ടറി തൊഴിലാളിയാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രമുണ്ട്, അതെടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം. അന്നത്തെ കാലം മുതൽ 100 വർഷം മുമ്പ് മുതൽ ആരംഭിച്ചാണ് തൊഴിലാളി സമരങ്ങളെ, അവന്റെ ഐക്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമങ്ങൾ. അത് തുടർന്നു പോകുന്നു. പക്ഷെ അതിലൊന്നും നമ്മൾ വീഴില്ല, ശ്രമങ്ങൾക്കൊന്നും സമരത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ ഉറച്ച തീരുമാനത്തിലാണ് ഇവിടെ വന്നത്. ആ തീരുമാനം നമ്മൾ നേടിയെടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുള്ളൂ. ഷീജ, ഇതാണ് വലിയ പ്രലോഭനങ്ങളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്, ഭീഷണികളുണ്ട്. സമരത്തെ പരാജയപ്പെടുത്താൻ സ്വാഭാവികമായും എതിർവശത്ത് നിൽക്കുന്ന എല്ലാ തന്ത്രങ്ങളും ആ സർക്കാരിന്റെ ഭാഗത്തും അവരെ അനുകൂലിക്കുന്ന ഭാഗത്തും നമുക്ക് ഉണ്ടാകുന്നു. പക്ഷേ ഒരു പ്രലോഭനങ്ങൾക്കും ഒരു സമ്മർദ്ദത്തിനും ഒരു ഭീഷണിക്കും വഴങ്ങില്ല. ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ആശാ വർക്കർമാർ നടത്തുന്നത്. അവരുടെ സമരം ഓരോ ദിവസവും കൂടുതൽ സജീവമാവുകയാണ്, കൂടുതൽ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു മുൻകൈ ഇല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യും? എത്ര ദിവസം എന്ന് കരുതി ഇവർക്ക് ഇങ്ങനെ പോകാൻ കഴിയും? അതായത് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് കേരളമാണ് എന്നൊരു വാദത്തിലാണ് ഇപ്പോഴും സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. അതിന് കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള പ്രതികാര നടപടികളിലേക്കൊക്കെ സർക്കാർ കടക്കുക കൂടി ചെയ്താൽ, അതിനൊരു രാഷ്ട്രീയ വിരോധം കൂടി എടുത്താൽ ഇവർക്ക് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഞങ്ങൾ ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ
എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഈ സമരം? സർക്കാർ ഇങ്ങനെ ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല, പകരം ഈ സമ്മർദ്ദതന്ത്രവുമായി വരുന്നു, ഭീഷണിപ്പെടുത്തുന്നു. എങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും? ഞങ്ങളുടെ സമരം അവസാനിക്കണമെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അവര് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഞങ്ങൾക്ക് തരാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നില്ല. കാരണം ഈ 33 വർഷം കൊണ്ട് ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി ഈ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കിപ്പോ 63 വയസ്സായി. ഈ 63 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഇവര് ഒരു 5 ലക്ഷം രൂപയെങ്കിലും തന്നാൽ ഇനിയുള്ള ശിഷ്ടകാലം നമുക്ക് ജീവിക്കാൻ പറ്റും. ഇനി എനിക്ക് ജോലി ചെയ്യാനുള്ള ശക്തിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ 33 വർഷം കൊണ്ടും ഞങ്ങളുടെ ആരോഗ്യവും സമയവും ഞങ്ങളെല്ലാം ഈ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ്. 60 വയസ്സ് കഴിയുന്നവരെ അവര് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സേവനം നൽകുന്നു എന്ന് പറയുന്നു. പക്ഷെ ഈ 63 വയസ്സ് കഴിഞ്ഞ് 63 വയസ്സായിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടെ ഈ തെരുവിലിരിക്കുമ്പോൾ ഈ സർക്കാരിന് കാണാൻ മനസ്സില്ലേ? എല്ലാ കാര്യങ്ങളിലും, പഞ്ചായത്തിന്റെ കാര്യമായാലും സമൂഹത്തിലുള്ള ഏത് കാര്യങ്ങളിലായാലും ഞങ്ങളെ മുൻനിർത്തി അവര് ഓരോ കാര്യവും പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശ്രീജ അവരുടെ ചോദ്യം. സമരത്തിന്റെ ശക്തി ഇനിയും കൂടുമെന്നാണോ നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ കുറയോ? എന്താ സംഭവിക്കുന്നത്? തീർച്ചയായും ശക്തി ഓരോ ദിവസവും ഞങ്ങൾക്ക് ആർജവം, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ആർജവത്തോടെ ഞങ്ങൾ ഇരിക്കുന്നത്. ആദ്യം ഞങ്ങൾക്ക് കണ്ണുനീരും വിലാപമായിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഞങ്ങൾ നേടിയെടുത്തേ പോകുന്ന ആർജവത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നേടിയിട്ടേ പോകുള്ളൂ. മരണം വരെയെങ്കിൽ മരണം വരെ ഇവിടെ ഇരിക്കാൻ ഉറച്ചു തന്നെ ഇരിക്കുന്നത്. ഇതാണ് ശ്രീജ അവരുടെ നിലപാട്. ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ല, ഒരു തരത്തിലും അവർ പിന്മാറില്ല. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ചോദിക്കുമ്പോൾ മരണം വരെ ഇരിക്കാനും തയ്യാറാണ്. കാരണം പലരും ജീവിതത്തിന്റെ വലിയൊരു സമയം വർഷങ്ങളോളം ഈ ആരോഗ്യ വകുപ്പിന് വേണ്ടി, ആദ്യം ഇപ്പോൾ ആശയെങ്കിൽ നേരത്തെ മറ്റു ചില പേരുകളിലൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ച ആളുകളാണ്. കോവിഡ് കാലത്ത് കോവിഡ് വാരിയേഴ്സ് എന്ന് വിളിച്ച് കേരളം പ്രകീർത്തിച്ചവരാണ്. അവർ അങ്ങനെയൊന്നും ഇവിടെ നിന്ന് പിന്മാറില്ല. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് അവർക്ക് ഉറച്ച ബോധ്യമുണ്ട്. ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരരംഗത്ത് തുടരുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ആശാവർക്കർമാർ നടത്തുന്നത്. സർക്കാർ ഇപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. പകരം ചില സമ്മർദ്ദ നീക്കങ്ങൾ, ഭീഷണി വഴികളൊക്കെ തേടുന്നു. അതിനു മുന്നിലൊന്നും മുട്ടുമടക്കില്ലെന്ന ഉറച്ച തീരുമാനമാണ് ആശാവർക്കർമാർ ഈ 13ാം ദിവസവും പറയുന്നത്. ശരി അരുൺ, നമ്മൾ ഇപ്പം സ്ക്രീനിൽ പോകുന്നത് ഇന്നത്തെ ദിവസമൊക്കെ പകൽ വലിയ ചൂടായിരിക്കും. 11 മണി മുതൽ 3 മണി വരെ വെയിൽ നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നൊക്കെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരം കടുത്ത ചൂടിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ സ്ത്രീകൾ, പ്രായമായവരുൾപ്പെടെയുള്ള സ്ത്രീകൾ 13 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിലിരിക്കുന്നത്. പക്ഷേ അപ്പോഴും സർക്കാരിൻ്റെ വാദം, ഇതിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട്, ഇനിയെല്ലാം കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് എന്നൊരു മുട്ടുന്യായമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. പക്ഷേ സമരത്തിൽ നിന്ന് പിന്മാറാനോ സമരം ദുർബലപ്പെടുത്താനോ ഈ സ്ത്രീകൾ തയ്യാറല്ല. ശക്തമായ സമരവുമായി ഇനിയും മുന്നോട്ട് പോകും എന്നതാണ് ആശാവർക്കർമാരുടെ നിലപാട്. സർക്കാർ ഇതിനിടെയാണ് സമ്മർദ്ദതന്ത്രവും പ്രതികാര നടപടികളുമൊക്കെ സ്വീകരിക്കുന്നുവെന്ന വലിയൊരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അത് നമുക്ക് വിശദമായി തന്നെ വരും ബുള്ളറ്റിനുകളിലും ചർച്ച ചെയ്യാം. വി അരുണാണ് വിവരങ്ങൾ നൽകിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. ഇന്നലെ അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിലെത്തിക്കുന്ന മൃതദേഹം കോട്ടയം ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഏറ്റുവാങ്ങും. ഉച്ചയ്ക്ക് 12 മണിക്ക് കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലും 3 മണിക്ക് ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5:30 ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു റസൽ. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. മറ്റു വാർത്തകളിലേക്ക്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ പോരാട്ട ജീവിതത്തെയും ഒക്കെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാഗാന്ധിയാക്കി പരിവർത്തനം ചെയ്തതിന് പിന്നിൽ അതിശക്തമായൊരു വനിതാ സാന്നിധ്യം കൂടിയുണ്ട്, കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ ഭാര്യ എന്നതിനപ്പുറം ചരിത്രത്തിൽ ആ ധീര വനിതയുടെ പോരാട്ടങ്ങൾക്ക് വേണ്ടത്ര ഇടം ലഭിച്ചില്ല എന്ന വിമർശനം ചരിത്രകാരന്മാർ ഇപ്പോഴും ഉയർത്താറുണ്ട്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി തടവിൽ കിടന്ന് വീരമൃത്യു വരിച്ച കസ്തൂർബ ഗാന്ധിയുടെ 81ാം ചരമവാർഷികമാണ് ഇന്ന്.
8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൂനെയിലെ അഘാക്കൻ തടവറയിൽ കടുത്ത ന്യൂമോണിയയും ഹൃദ്രോഗവും അലട്ടിയിട്ടും പരോളോ ചികിത്സയോ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങിയ ധീരവനിത കസ്തൂർബ ഗാന്ധി. എന്നാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വൻമരത്തിന്റെ മറവിൽ ആ ധീരവനിത ചരിത്രത്തിൽ വേണ്ടത്ര അടയാളപ്പെടുത്താതെ പോയോ? MK ഗാന്ധി മഹാത്മാഗാന്ധിയായി പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ യാഥാസ്ഥിതിക മൂല്യങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കുമിടയിൽ നിന്നുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സജീവമായിരുന്നു കസ്തൂർബയും. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടം മുതൽ ക്വിറ്റ് ഇന്ത്യ സമരം വരെ മഹാത്മാഗാന്ധി സജീവ പങ്കാളിത്തം വഹിച്ച പോർമുഖങ്ങളിലെല്ലാം കസ്തൂർബയും ഒപ്പമുണ്ടായിരുന്നു. ഫീനിക്സ് സെറ്റിൽമെന്റിലും ടോൾസ്റ്റോയ് ഫാമിലും സബർമതി സേവാഗ്രാം ആശ്രമങ്ങളിലും സാമൂഹിക ജീവിതവും സമൂഹ അടുക്കളയും കെട്ടിപ്പടുക്കുന്നതിലും കസ്തൂർബ നിർണായക പങ്കുവഹിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 1942 ഓഗസ്റ്റ് 9 ബോംബെയിലെ ശിവാജി പാർക്കിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെ ഗാന്ധിജി അറസ്റ്റിലായി. ഗാന്ധിയുടെ അഭാവത്തിൽ ആ യോഗത്തിൽ താൻ പ്രസംഗിക്കുമെന്ന് കസ്തൂർബ തീരുമാനമെടുത്തു. അനാരോഗ്യത്തെ തുടർന്ന് പിന്മാറാൻ പലരും ആവശ്യപ്പെട്ടുവെങ്കിലും കസ്തൂർബ ഉറച്ചുനിന്നു. ഭയപ്പെട്ടുപോയ ബ്രിട്ടീഷ് ഭരണകൂടം കസ്തൂർബയെയും അറസ്റ്റ് ചെയ്ത് പൂനെയിലെ അഗാക്കൻ കൊട്ടാരത്തിൽ തടവിലാക്കി. തടവ് ജീവിതത്തിനിടെ കസ്തൂർബയ്ക്ക് രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. മരണാസന്നയായിട്ടും വിദഗ്ധ ചികിത്സ നൽകാനോ പരോൾ അനുവദിക്കാനോ ബ്രിട്ടീഷ് ഭരണകൂടം തയ്യാറായില്ല. ഒടുവിൽ 1944 ഫെബ്രുവരി 22 കസ്തൂർബ മരണപ്പെട്ടു. ഇന്ത്യ എന്ന മഹാരാജ്യം അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലപ്പൂട്ടുകൾ പൊട്ടിച്ചെറിയുന്നതിന് 3 വർഷങ്ങൾക്ക് മുമ്പാണ് കസ്തൂർബ വിടവാങ്ങിയത്. സ്വാതന്ത്ര്യ സമര പോരാട്ടം ഫലം കാണാത്തതിലും സ്ത്രീകളടക്കമുള്ള പോരാളികൾ പോലീസിന്റെ കൊടിയ മർദ്ദനം ഏൽക്കുന്നതിലും ഗാന്ധിയോടും കലഹിച്ചിരുന്നു ആ ധീരവനിത. കസ്തൂർബയെപ്പോലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായ എത്രയോ പെൺമുഖങ്ങൾ ഇനിയും ഓർമ്മിക്കപ്പെടേണ്ടതുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചരിത്രത്തിൽ നിഴലായി രേഖപ്പെടുത്തപ്പെട്ടുപോയ ചിലരെ ഓർത്തെടുക്കുക എന്നത് ഈ കാലത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കസ്തൂർബ ഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. വിളകളുടെ താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉപവാസ സമരം നടത്തുന്ന പഞ്ചാബിലെ കർഷകരുമായി ഇന്ന് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. ചണ്ഡീഗഡിലാണ് ചർച്ച. വിവരങ്ങളുമായി ER രാകേഷ് ചേരുന്നു. രാകേഷ്, ഈ സമരം ശക്തിപ്പെടുത്താനൊക്കെ ഈ കർഷകർ ആലോചിച്ചിരുന്നു. ഇന്ന് എപ്പോഴായിരിക്കും ചർച്ച? എത്രത്തോളം പ്രതീക്ഷയോടെയാണ് കർഷകർ ഈ ചർച്ചയെ കാണുന്നത്? ശ്രീജ, കഴിഞ്ഞ 14-ാം തീയതി ചണ്ഡീഗഡിൽ വെച്ച് കർഷകരുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയുടെ തുടർച്ചയാണ് ഇന്നത്തെ ചർച്ച എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 14-ാം തീയതി നടന്ന ചർച്ചയിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറാകുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായിരിക്കും കർഷകരുടെ നിലപാട് എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ വെച്ച് ചർച്ച വേണമെന്നൊരാവശ്യം കർഷകർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ അത് ചണ്ഡീഗഡിൽ തന്നെയാണ് ചർച്ച ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ ജഗദീപ് സിംഗ് ദല്ലേവാൾ കർഷക നേതാവ് അദ്ദേഹം നടത്തിവരുന്ന ഉപവാസ സമരം 81 ദിവസം പിന്നിട്ടു. നേരത്തെ കഴിഞ്ഞ 14-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചതിന് പിന്നാലെ ആണ് ജനുവരി മാസം അവസാനത്തോടുകൂടി അദ്ദേഹം ചികിത്സ സ്വീകരിക്കാൻ തയ്യാറായത്. അപ്പോൾ പോലും ഉപവാസ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇന്നലെ ശുഭ്കരൺ സിംഗ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് ശംഭുവിലും ഖനൌരി അതിർത്തിയിലുമൊക്കെ ഉണ്ടായിരുന്ന സമരങ്ങളിലാണ് വലിയ രീതിയിൽ സമരം കഴിഞ്ഞ വർഷം ഈ സമയത്ത് നടന്നിരുന്നു. അന്ന് കൊല്ലപ്പെട്ട പെല്ലറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശുഭ്കരൺ സിംഗിൻ്റെ 1-ാം ചരമവാർഷികമായിരുന്നു. ഇവിടെ കർഷക നേതാക്കൾ ഒത്തുകൂടി. അവിടെയും അവർ പറഞ്ഞ കാര്യം, ഈ സമരങ്ങളുടെ അടക്കം കേസെടുത്തവർക്കെതിരെ ആ കേസുകളൊന്നും തന്നെ പിൻവലിക്കാൻ ഇതുവരെ കേന്ദ്രം തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്നാണ് പ്രഖ്യാപനമാണ് കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നത്തെ ചർച്ച നിർണായകമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്നും ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ 25-ാം തീയതി
വീണ്ടും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ കർഷകർ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കൂടിക്കാഴ്ചയിലെ തീരുമാനം എന്നുള്ളതെന്ന് ഏറെ പ്രധാനപ്പെട്ടതാണ്. അല്ലാത്ത പക്ഷം വീണ്ടും അതിർത്തി മേഖലകൾ വീണ്ടും കർഷകർ തമ്പടിക്കുകയും അത് സംഘർഷത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ശ്രീജ. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. നാഷണൽ ഡെസ്കിൽ നിന്ന്. BJPയുടെ രാജസ്ഥാൻ പ്രസിഡന്റായി മദൻ റാത്തോഡിനെ ഇന്ന് പ്രഖ്യാപിക്കും. രാജ്യസഭാംഗമായ റാത്തോഡ് മാത്രമാണ് റിട്ടേണിംഗ് ഓഫീസർ വിജയ് രൂപാണിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ, മുൻ സംസ്ഥാന പ്രസിഡന്റ് അരുൺ ചതുർവേദി എന്നിവർ ഉൾപ്പെടെ 5 നേതാക്കളാണ് റാത്തോഡിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഹമാസ് ഇന്ന് 6 ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കും. മോചിപ്പിക്കുന്നവരുടെ പേരുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. പകരം 602 പാലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പാലസ്തീനും വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയിരുന്നു പരിശോധനകൾ നടത്താനുള്ള സൗകര്യം. അപ്പോൾ ആ സമയത്ത് സർക്കാർ മുൻകൈ എടുത്താണ് തിരുവനന്തപുരത്തൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് വന്നത്. ഇതോടുകൂടി നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനിയും പ്രവർത്തനം തുടങ്ങാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സാധാരണക്കാരായ രോഗികൾക്ക് മിതമായ നിരക്കിൽ സങ്കീർണമായ അടക്കമുള്ള പരിശോധനകൾ ലഭ്യമാക്കുന്നതിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്നതാണ് പ്രധാന ആക്ഷേപം. കേരള ഹെൽത്ത് റിസർച്ച് വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിൽ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ റിസർച്ച് അഥവാ ACR ലാബിനു വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡീലക്സ് പേവാർഡിൻ്റെ ഒരു നില ഇങ്ങനെ രൂപമാറ്റം വരുത്തിയിട്ട് വർഷം 2 കഴിഞ്ഞു. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി 6 മുറികളിലാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. പക്ഷേ പരിശോധനകൾക്ക് ആവശ്യമായ ആധുനിക മെഷീനുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ മാത്രം ഇപ്പോഴും നടപടികളൊന്നുമില്ല. 36 ലക്ഷം രൂപ മുതൽ മുടക്കിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ മുറികൾ നിലവിൽ ഉപയോഗിക്കുന്നതാകട്ടെ ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള ഗോഡൌണായും. പോളിമർ ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ്, മോളിക്യുലർ ബയോളജി ടെസ്റ്റ്, സങ്കീർണമായ മറ്റ് രക്തപരിശോധനകൾ തുടങ്ങിയവയിലൂടെ വൈറസുകളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് സ്വകാര്യ ലാബുകൾക്ക് നിലവിൽ നൽകേണ്ടി വരുന്നത് 2500 മുതൽ 10,000 രൂപ വരെയാണ്. അതേസമയം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമായാൽ സങ്കീർണമായ പരിശോധനകൾക്കുള്ള ചെലവ് നേർപകുതിയായി കുറയുമെന്നതാണ് വസ്തുത. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തുള്ള സ്വകാര്യ ലാബുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ACR ലാബിൻ്റെ പ്രവർത്തനം തുടങ്ങാത്തതെന്ന വിമർശനമാണ് ഉയരുന്നത്. തിരുവനന്തപുരം KHRWസിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ അടഞ്ഞുകിടക്കുന്ന വൈറോളജി ലാബ് 2 വർഷത്തിലധികമായി അത് പൂട്ടിക്കിടക്കുകയാണ്. ഇതിനെതിരെ മാനേജ്മെൻറ്റ് അത് തുറക്കാനുള്ള നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല. ഇത് പ്രൈവറ്റ് ലാബുകളെ സഹായിക്കാൻ എന്ന് യൂണിറ്റ് സംശയിക്കുന്നു. ഇത് മാനേജ്മെൻറ്റല്ല, ഗവൺമെൻറ് അടിയന്തരമായും ഈ കാര്യത്തിൽ ഇടപെട്ട് പൊതുജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം എത്രയും വേഗം നടത്തണമെന്നും, ഇല്ലാത്ത പക്ഷം KHRW സ്റ്റാഫ് യൂണിയൻ INTUC ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി 20 കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി അനുവദിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം സ്ഥാപനം പ്രവർത്തന സജ്ജമാകുന്നത് ഇനിയും വൈകിയാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് KHRW സ്റ്റാഫ് യൂണിയന്റെ മുന്നറിയിപ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഫെബ്രുവരി ആയതേയുള്ളൂ, പക്ഷേ കേരളത്തിലെ ചൂട് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് കൂടുതൽ ചൂടുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഉയർന്ന താപനില ഒപ്പം ഈർപ്പമുള്ള വായു, അതായത് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. ഇതിനാൽ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഈ തരത്തിൽ ചൂട് ഉയരുമ്പോൾ സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പകൽ 11 മുതൽ വൈകിട്ട് 3 മണി, ഉച്ചതിരിഞ്ഞ് 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ അധിക സമയം വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പിൽ പറയുന്നത്. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, കുട പരമാവധി ഉപയോഗിക്കുക,
ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്ത് ചൂടിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. വേനൽ കൂടുന്നു, ചൂട് കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടുകയാണ് പത്തനംതിട്ട നഗരവാസികൾ. കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങൾ വരെ ഉണ്ട്. പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചും അധികൃതർക്ക് പരാതി നൽകിയിട്ടൊന്നും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പത്തനംതിട്ട നഗരത്തിലെ പ്രദേശവാസികളാണ് വേനൽക്കാലത്ത് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥ. പരാതികൾ പറഞ്ഞിട്ടും നടപടിയില്ല. ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമായി. ഇവരുടെ എല്ലാം പരാതി കേട്ട് നമ്മൾ മടുത്തു. നമ്മൾ ഈ അധികാരപ്പെട്ടവരോട് എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയിലും പിന്നെ വാട്ടർ അതോറിറ്റിയിലും ഒക്കെ ചെന്ന് പറയുമ്പോൾ ഓരോരുത്തരെ പഴി ചാരുന്നതല്ലാതെ ഈ വെള്ളം കൃത്യമായിട്ട് ലഭിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 24 തൊട്ട് ടാങ്കർ ലോറികളിൽ ജലം വാർഡുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ടെൻഡർ പോലും ഇന്നലെയാണ് കൊടുത്തത്. അതിനും പാസ്സായി കൗൺസിൽ പാസ്സാക്കി വരുമ്പോൾ ഈ മാസം ലാസ്റ്റ് കഴിഞ്ഞാലും വെള്ളം കിട്ടാത്ത ലാസ്റ്റ് മുതലേ കിട്ടുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരത്തിലെ 10 വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. മുണ്ടുകോട്ടയ്ക്കൽ, നന്നൂക്കാട്, പൂവമ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കുടിവെള്ളമില്ലാത്തത്. പല സ്ഥലങ്ങളിലും മാസങ്ങളായി കുടിവെള്ളം ലഭിക്കുന്നില്ല. ഈ ദൂരേന്ന് വണ്ടിയെ വെള്ളം കൊണ്ടുവന്ന് വണ്ടിയൂടെ പോയി കന്നാസി കൊണ്ടുവന്ന് ചുമ്മാ ടാങ്ക് തന്നെ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ മഴവെള്ളത്തെ പ്രതീക്ഷിച്ച 3-4 ടാങ്ക് വെച്ച് ഇങ്ങനെ മഴവെള്ളം, ഇപ്പോൾ അതും ഇല്ല, മഴവെള്ളവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ പറയുന്നതാണ്, ഞങ്ങൾ തിരുവനന്തപുരം വരെ വിളിച്ച് കഴിഞ്ഞ ദിവസം ഒരു ദിവസം വന്നു. പിന്നെ ടാങ്കർ ലോറിയെ എല്ലാ വർഷവും എത്തിക്കുന്നതാണ്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ഭയങ്കര ചൂടും വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടും. ഓട്ടോറിക്ഷകളിലും കിലോമീറ്ററുകൾ നടന്നുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നത്. പണം കൊടുത്ത് വാങ്ങിയാണ് കുടിവെള്ളം പലരും ഉപയോഗിക്കുന്നത്. വെള്ളത്തിന് ഭയങ്കരമായ ഷോർട്ടേജ്. ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ട് കൊടുക്കുക. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഒരു ഫെബ്രുവരി 15 ആകുമ്പോഴൊക്കെ വെള്ളം അവർ ടാങ്കറെ കൊണ്ട് തരുന്ന കുറച്ചാൽ, ഈ വർഷം അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റേതായ ഭയങ്കരമായ ബുദ്ധിമുട്ട്. പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചാൽ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കും. എന്നാൽ പൈപ്പ് സ്ഥാപിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി തടസ്സം നിൽക്കുന്നുവെന്നാണ് ജല അതോറിറ്റിയുടെ വിശദീകരണം. ന്യൂസ് 18 പത്തനംതിട്ട. പൊള്ളുന്ന ചൂട് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല പക്ഷി മൃഗാദികളെയും അത് കാര്യമായി വലയ്ക്കുന്നുണ്ട്. ചൂടിനെ അതിജീവിക്കാൻ ഈ പക്ഷികൾക്ക് തീറ്റയും ഭക്ഷണവും ഒക്കെ ഒരുക്കുകയാണ് കായംകുളത്തെ ഒരു കൂട്ടം സഹൃദയരായ യുവാക്കൾ. കൊടും ചൂടിൽ നാടുരുകുകയാണ്. ഈ ചൂട് മനുഷ്യരെ പോലെ പക്ഷിമൃഗാദികളെയും ബാധിക്കുന്നുണ്ട്. ചൂട് അതിജീവിക്കാൻ പക്ഷികൾക്കും ദാഹജലം ഉറപ്പാക്കുകയാണ് കായംകുളത്തെ ഒരു കൂട്ടം യുവാക്കൾ. ജലമാണ് ജീവൻ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിലും മുഴുവൻ പ്രവർത്തകരുടെയും വീടുകളിലും പക്ഷികൾക്കും മൃഗങ്ങൾക്കും തണ്ണീർക്കുടമൊരുക്കി. മരച്ചില്ലയിൽ തൂക്കിയിട്ട മൺചട്ടിയിൽ കുടിവെള്ളം നിറച്ചിട്ടുണ്ട്. മറ്റൊന്നിൽ തിനയും സൂര്യകാന്തി വിത്തും. SYS കായംകുളം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. കാർത്തികപ്പള്ളി തഹസിൽദാർ സജീവ് കുമാർ PA ഉദ്ഘാടനം നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ നഗരത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 കായംകുളം. കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് എന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഒപ്പം വിനോദസഞ്ചാരികൾ കൂടി ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കന്യാകുമാരിയിലേക്കൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നതായതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല നമ്മൾ അവിടെ എത്തുന്നവരും മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. കാസർഗോഡ് തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ ഫിഷ് സ്റ്റാളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിഷേധ പോസ്റ്റർ. മീൻകട പൂട്ടിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് തൃക്കരിപ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ബീരിച്ചേരിയിലെ യുവാക്കളുടെ പ്രതിഷേധം എന്ന പേരിലായിരുന്നു പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും പോസ്റ്റർ പതിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും മീൻകട പൂട്ടിക്കണമെന്നുമാണ് പോസ്റ്ററുകളിലൂടെ ആവശ്യപ്പെട്ടത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് 3 മാസത്തോളം പൂട്ടിക്കിടന്ന മീൻകട അടുത്തിടെ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ നാട്ടുകാരിൽ ചിലരുടെ പേരിൽ ഫിഷ് സ്റ്റാൾ ഉടമ നൽകിയ പരാതി പിൻവലിക്കാമെന്നും ധാരണയാക്കിയിരുന്നു. എന്നാൽ ഇത് പാലിക്കപ്പെടാത്തതും
പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പോസ്റ്റർ പ്രചരിച്ചതോടെ പിന്നീട് നീക്കം ചെയ്യുകയായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രണ്ടാം ദിവസമായ ഇന്ന് സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അദാനി, ലുലു, ആസ്റ്റർ ഗ്രൂപ്പുകളൊക്കെ ഇന്നലെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള നിക്ഷേപം നടത്തുമെന്ന് വിവിധ പദ്ധതികളിലായി 30,000 കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനി പോർട്സ് ആൻഡ് സെസ് MD കരൺ അദാനി വാഗ്ദാനം ചെയ്തത്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ 850 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. കളമശ്ശേരിയിൽ കോൾഡ് സ്റ്റോറേജിനും ഭക്ഷ്യ സംസ്കരണ പ്ലാന്റിനും ഉടൻ തറക്കല്ലിടുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പ്രഖ്യാപിച്ചു. അങ്കമാലിയിൽ ഹോസ്പിറ്റാലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് ITC CMD സഞ്ജീവ് പുരി പ്രഖ്യാപിച്ചു. ജിയോയുടെ ഒരു 800 കോടിയുടെ ഓപ്റ്റിക് കേബിൾ പദ്ധതി സംബന്ധിച്ച് പ്രസിഡന്റ് മാത്യു ഉമ്മൻ സൂചന നൽകി. അങ്ങനെ വലിയ രീതിയിലുള്ള വികസന നിക്ഷേപ പ്രഖ്യാപനങ്ങൾക്കാണ് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇന്ന് ഒരുപക്ഷെ ഈ സമ്മിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞത് അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങൾ, എത്ര കോടിയുടെ നിക്ഷേപം വരും എന്ന തരത്തിലുള്ള പ്രഖ്യാപനമൊന്നും നടത്തില്ല. നിക്ഷേപിക്കാൻ തയ്യാറുള്ളവരുടെ പേരുകൾ, നിക്ഷേപിക്കാൻ തയ്യാറുള്ള പദ്ധതികൾ അത് മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക എന്നതാണ് പറഞ്ഞത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ പ്രഖ്യാപനമാണ് നടത്തിയത്. ആസ്റ്റർ DM 850 കോടി. ഇതോടൊപ്പം തെലങ്കാനയിൽ നിന്നുള്ള കൃഷ്ണ ഹെൽത്ത് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കാനായി 3,000 കോടിയുടെ ഒരു നിക്ഷേപം കൊണ്ടുവരുമെന്ന് 3,000 കോടി നിക്ഷേപിക്കുമെന്ന് അവരും പ്രഖ്യാപിച്ചു. ലുലു ഗ്രൂപ്പിന്റെ നിർണായകമായ ഒരു പ്രഖ്യാപനം ഇന്നത്തെ ദിവസമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഈ സമാപന സമ്മേളനത്തിലായിരിക്കും ഒരുപക്ഷെ കൃത്യമായി ആരൊക്കെ എന്തൊക്കെ നിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറുണ്ട് എന്ന ക്രോഡീകരിച്ചൊരു കണക്ക് ലഭ്യമാവുക. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു നിക്ഷേപക സംഗമത്തിൽ, ഉച്ചകോടിയിൽ പ്രതിപക്ഷത്തിൻ്റെ കൂടി പങ്കാളിത്തമുണ്ട്. അവർ കൂടി പൂർണ്ണ മനസ്സോടെ അവർ കൂടി എത്തുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. BJP വിമർശിക്കുമ്പോഴും കേന്ദ്രമന്ത്രിമാരുണ്ട്, അവരും വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ആ രീതിയിൽ വികസനം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ആവശ്യമാണെന്നും അതിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുമുള്ള ഒരു സന്ദേശം ഇത്തവണ സർക്കാരും പ്രതിപക്ഷവും മറ്റു പാർട്ടികളുമൊക്കെ നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വളരെ വിശദമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, ഈ വിഷയങ്ങൾ വിശകലനം ചെയ്യുകയാണ് ന്യൂസ് 18. ഇപ്പോൾ MLA ശ്രീ ചാണ്ടി ഉമ്മൻ നമ്മളോടൊപ്പം രാവിലെയിൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീ ചാണ്ടി ഉമ്മൻ. ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്, എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരം വലിയ പദ്ധതികൾ അല്ലെങ്കിൽ ഇത്തരം വലിയ പരിപാടികളൊക്കെ നടക്കുമ്പോൾ പ്രതിപക്ഷം അതിനെ എപ്പോഴും കുറച്ച് സ്കെപ്റ്റിക്കലായിട്ടാണ് കാണാറുള്ളത്, വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് വികസനം എന്നത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് എന്നൊരു മെസ്സേജ് ഇത്തവണ കിട്ടുന്നുണ്ട്. നമ്മൾ 2003 ജിമ്മും 2012 എമേർജിംഗ് കേരളയും ഒക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്. അന്ന് വിമർശനം ഉന്നയിച്ചവരാണെങ്കിലും ഇന്ന് അവർ വലിയ പദ്ധതിയുമായി വരുമ്പോൾ പ്രതിപക്ഷം ഇതിനെ തുറന്ന മനസ്സോടെ കാണുന്നുണ്ടോ? ഇന്നലെ അവിടെ ചാണ്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഈ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ ഈ സമ്മിറ്റിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് എന്താണ് താങ്കളുടെ പ്രതീക്ഷകൾ? ഇതിനു മുമ്പ് സ്കെപ്റ്റിക്കലായിട്ട് കാണുവാണോ? ഇതിനു മുമ്പ് ഹർത്താൽ നടത്തുകയല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നാണ് എമർജിംഗ് കേരള അന്ന് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ മെട്രോയുടെ തറക്കല്ലിടയിൽ വന്നായിരുന്നു. അദ്ദേഹത്തെ ഹർത്താൽ, പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ഹർത്താൽ കൊടുത്താണ് സ്വീകരിച്ചത്. പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനൊരു കാഴ്ചപ്പാടോ ഒന്നുമില്ല. നമുക്കിനി വേണ്ടത് ആര് ഭരിച്ചാലും ഏത് പാർട്ടി വന്നാലും വികസനമാണ്. കാരണം നമ്മുടെ ആളുകൾ നാട് വിട്ടു പോവുക, എന്നിട്ട് ലോകം മാറ്റിമറിക്കുക, ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരിക. കേരളത്തിൽ അതേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ചെറുപ്പക്കാരും ആൾക്കാരുമാണ് ഉള്ളത്. അതുകൊണ്ട് ഇനി അതിന് പഴയ കാര്യങ്ങളിലേക്ക് പോവുകയോ പഴയ എന്തുകൊണ്ട് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷേ വികസനം ഉണ്ടാകണം. അതാണ് പ്രതിപക്ഷ നേതാവ് കൃത്യമായി
അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള സമ്മർദ്ദത്തെക്കുറിച്ചും അങ്ങനെ ഒരു സമ്മർദ്ദം അദ്ദേഹം അത് ഏറ്റെടുക്കാത്തതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇന്നലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് വികസനമാണ്, കേരളത്തിൻ്റെ വികസനമാണ് നമ്പർ 1 പ്രയോറിറ്റി. അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രയോറിറ്റി. കാരണം വികസനമില്ലെങ്കിൽ നമ്മുടെ നാട് പുറകോട്ട് പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കും. ഏത് ഗവൺമെൻറ് ആണെങ്കിലും ശരി, ഇവിടെ വികസനം ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം. നമ്മളതിനെ സർവ്വ മനസ്സോടെ സ്വാഗതം ചെയ്യും. ശ്രീ ചാണ്ടി, നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അതായിരുന്നു ഇത്തരത്തിലുള്ള ആഗോള നിക്ഷേപക സംഗമത്തിൻ്റെയൊക്കെ ഒരു തുടക്കം. നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിൽ, നമ്മുടെ ജനറേഷനിൽ ഒരുപക്ഷെ നമ്മൾ ആദ്യം കേൾക്കുന്നത് അതായിരുന്നു. അന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, പല വലിയ പ്രഖ്യാപനങ്ങളും ഉണ്ടായെങ്കിലും പക്ഷെ അതൊന്നും ഒരു സാക്ഷാത്കരിക്കുന്നതിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ മുൻപ് നടന്നതിനെ പറ്റി നമ്മൾ പറയേണ്ട എന്നുണ്ടെങ്കിൽ പോലും അന്നത്തെ വീഴ്ചകൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ നടന്നിട്ടുള്ള ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെയുള്ള നിക്ഷേപക വാഗ്ദാനങ്ങൾ, അതൊക്കെ ഫ്രൂട്ട്ഫുൾ ആവാൻ വേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിനകത്ത് 2003 ജിമ്മാണെങ്കിലും 2012 എമർജിങ് കേരളയാണെങ്കിലും ഒക്കെ അത് രണ്ടും ഒത്തിരി പ്രതീക്ഷയോടെ നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള റിസൾട്ട് വന്നിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയോ അതിൻ്റെ എന്തുകൊണ്ടങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ്. ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. ആ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുവാനുള്ള ആർജവത്വം ഇവിടുത്തെ എല്ലാ സംവിധാനവും ചേർന്ന് ചെയ്യുവാണ്. കാരണം നമ്മുടെ നാടിനോട് ചെയ്യേണ്ട നീതിയാണ് നമുക്ക് ഞാൻ പറഞ്ഞു, ഇനി പാസ്റ്റിലേക്ക് പോയിട്ട് കാര്യമില്ല. അതേസമയം പാസ്റ്റിൽ നിന്ന് തെറ്റുകൾ പറ്റിയത് പഠിച്ച് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷനിലാണ് നമുക്ക് വീഴ്ച വരുന്നത്. ആ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് നമുക്ക് ചേർന്നിരുന്ന് ചിന്തിച്ച് ഒരു പ്രൊട്ടസ്റ്റും ആരുടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് എതിർപ്പ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി ഇവിടെ നടക്കാതിരിക്കത്തില്ല. പൂർണ്ണ പിന്തുണയുണ്ട്. അതുകൊണ്ട് സർക്കാർ ഇത് നടപ്പിലാക്കുകയാണ് ഇനി വേണ്ടത് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാം. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണോ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ് ആണോ, ഇതിലുള്ള തർക്കങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. റിഫോംസ് ആണോ, ബിസിനസ് നടത്താൻ എളുപ്പമായതാണോ എന്നുള്ള ചർച്ചകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. അതിന് തൊട്ട് മുൻപായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചുവപ്പ് നാട് ഉണ്ടാവില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അതിന് തൊട്ട് മുൻപ് ഈവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിയുള്ള പിടുത്തമുണ്ടാവില്ല, ലൈസൻസിങ് വളരെ എളുപ്പമാവുമെന്ന MP രാജേഷിൻ്റെ പ്രഖ്യാപനം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇങ്ങനെ തൊട്ട് വരുന്ന കാര്യങ്ങളാണ്. അതാണ് നേരത്തെ ഞാൻ ചോദിച്ചത്. അതിനുള്ളൊരു സാഹചര്യമുണ്ട്. അതായത് ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന് പ്രതിപക്ഷത്തെ ഒരു യുവ നേതാവ് എന്ന നിലയിൽ ചാണ്ടി ശരിക്കും കരുതുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് ചേർന്നൊരു തീരുമാനമെടുത്താൽ ഒരു പ്രശ്നമില്ലാതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കും. പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള മാറ്റങ്ങളാണ് വേണ്ടത്. അത് ഗവൺമെൻറ് നടപ്പിലാക്കണം. ഗവൺമെൻറ് അതിൻ്റെ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. ഇനി ഗവൺമെൻറ് പുറത്താണ് ഓണസ്. ഇനി റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റാണ്. ഇതിൽ കൂടുതൽ ഒരു പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാനില്ല. പ്രതിപക്ഷം സാധാരണ ചെയ്യുന്ന എന്ത് വന്നാലും അങ്ങ് എതിർക്കുക, ഏത് സാധനം വന്നാലും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുക, അതിനെതിരെ ആക്ഷേപം ഉന്നയിക്കുക. ഇവിടുത്തെ പ്രതിപക്ഷം അങ്ങനെ ഒരു കാര്യമേ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് വേണേൽ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ എതിർക്കാം. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ചോദ്യം ഒന്നേ ഉള്ളൂ, ഇത്രയും താമസിക്കേണ്ട കാര്യമുണ്ടോ? ഒരു 9 വർഷം അധികാരത്തിൽ ഉണ്ടായിരിക്കുന്ന സർക്കാർ, അത് നേരത്തെ ആവായിരുന്നു. നേരത്തെ ചെയ്ത് ഇത് ഇപ്പോൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും റിഫോംസ് ഇവിടെ വരാൻ സാധിക്കുമോ, ഇത്രയും മാറ്റം ഇവിടെ വരുവാൻ സാധിക്കുമായിരുന്നു. അതിന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ള അപ്രോച്ച് കാണും ഞങ്ങൾക്ക്. അത് നടക്കട്ടെ. അതിന് പൂർണ്ണമായ പിന്തുണ സർക്കാരിനുണ്ട്. അവരത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇനി ഉദ്യോഗസ്ഥ തലത്തിലാണ് മാറ്റങ്ങളും തീരുമാനങ്ങളും നടപ്പിലാക്കുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ ആരാ ചെയ്യുന്നത്? അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ. ആ ഉദ്യോഗസ്ഥന്മാരെ നിലക്കി നിർത്തുവാൻ, അതേപോലെ കാര്യങ്ങൾ മാറ്റിയെടുക്കുവാൻ ഗവൺമെൻറ് സാധിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് അപ്രതീക്ഷ വെക്കാം. ഗവൺമെൻറ് മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ഏത് പ്രഖ്യാപനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ലൈസൻസിങ് എളുപ്പമാകട്ടെ. ഇതുപോലത്തെ ഈസ് ഓഫ് ബിസിനസ് എളുപ്പമായി വരട്ടെ. കുഴപ്പമില്ല, സ്വാഗതം ചെയ്ത കാര്യം.
ഇപ്പോൾ ഇന്നലെ ചാണ്ടി അവിടെ പങ്കെടുത്തിരുന്നു. അതിൽ ഏത് മേഖലകളിലൊക്കെയാണ് വളരെ ഹോപ്പ്ഫുള്ളായി തോന്നിയത്? അത് സ്വാഭാവികമായും അതിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു ചോദ്യമാണ്. ഇപ്പം വലിയ രീതിയിലുള്ള പദ്ധതികളുമായി തെലങ്കാനയിൽ നിന്ന് മെഡിക്കൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള പദ്ധതികളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അദാനി ഗ്രൂപ്പ് പോലെയുള്ളവർ തയ്യാറാവുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വിഴിഞ്ഞമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇത്തരം പ്രഖ്യാപനങ്ങൾ തരുന്ന ഒരു ഊർജം എത്രത്തോളം ഉണ്ട്? ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കാൻ ഞാൻ ആക്ച്വലി ഇച്ചിരി വൈകിയാണ് ഇന്നലെ എത്തിയത്. ഞാൻ ഇന്ന് രാവിലെ വീണ്ടും അവിടേക്ക് പോകുന്നുണ്ട്. രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മണ്ഡലത്തിലേക്ക് കുറച്ച് മാറ്റങ്ങൾ വരണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് അവിടെ കണ്ട് ആൾക്കാരെ കണ്ട് സംസാരിക്കാൻ കൂടിയാണ് ഞാൻ ഇന്ന് പോകുന്നത്. പുതുപ്പള്ളിയിൽ വികസനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടക്കണം, മാറ്റങ്ങൾ നടക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ചാണ്ടി, എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാണ്ടി തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് കേരളത്തിലേക്ക് ഇങ്ങോട്ടേക്ക് ബിസിനസ് നടത്താൻ ആളുകൾ വരുന്നില്ല. അവർ കരുതുന്നത് ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്നൊരു മുൻവിധി അവർക്കുണ്ട്. ഇവിടുത്തെ കുട്ടികളാണെങ്കിൽ മുഴുവൻ പുറത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ടാലൻറ്റ് എന്നുള്ള ഒരു വലിയ ഗ്രൂപ്പ് മുഴുവൻ പുറത്തേക്ക് പോകുന്നു. അവർ തിരിച്ചു വരാനോട്ട് തയ്യാറാവുന്നുമില്ല. ആദ്യം വേണ്ടത് നമ്മുടെ പ്രതിച്ഛായയിലുള്ളൊരു മാറ്റമാണെന്ന് തോന്നുന്നു. കാരണം കേരളം നിക്ഷേപ സൗഹൃദമാണെന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അത് ചെയ്ത് കാണിക്കുകയും വേണം. അതിലേക്ക് എത്രത്തോളം സംഭാവന ചെയ്യാൻ ഈ സമ്മിറ്റിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അതല്ല, ഈ ഒരു മീറ്റ് തീർച്ചയായിട്ടും വലിയ ഡിക്ലറേഷൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അത് നമുക്കിനി അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യുക. ആ മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയി ഈ ഒരു തരത്തിൽ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്നു, മാറ്റങ്ങളുണ്ടായി, ആൾക്കാർക്ക് ബിസിനസ് നടത്താമെന്നൊരു ഫീല് പുറത്തോട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ ബിസിനസ്സുകൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാധിക്കുന്നത് സർക്കാരിനാണ്. അത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയിലേക്കും അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇനിയാണ് കാണേണ്ടത്. ഈ ഒരു വർഷം കൊണ്ട്, ഈ ഗവൺമെൻറ് കയ്യിൽ ഒരു വർഷമുണ്ട്, ഈ ഒരു വർഷം കൊണ്ട് ഇത്രയും പറഞ്ഞ നിക്ഷേപത്തിൽ എത്ര ഗ്രൗണ്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു? ഞാൻ ഈ ഹൈദരാബാദിൽ കഴിഞ്ഞ മാസം ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെൻറ് 30,000 കോടി ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഗവൺമെൻറ് ഒരു ദിവസം കൊണ്ട് 1 ലക്ഷം കോടി കൊണ്ടുവന്നു ഒരു ദിവസം കൊണ്ട് 1 ലക്ഷം കോടി കൊണ്ടുവന്നു എന്നുള്ളത് അവിടുത്തെ ഡിസ്കഷൻ. അതേപോലത്തെ ഡിസ്കഷൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇത് അടുത്ത ഒരു വർഷം കൊണ്ട് ഇതിലെത്ര പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കി എന്നുള്ളതാണ്, എത്ര ജോലി ഉണ്ടാക്കാൻ സാധിച്ചു, അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അതല്ലാതെ നമുക്ക് ഒരു വ്യത്യാസവും കേരളത്തിൻ്റെ ഇമേജിൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അതിന് ഇംപ്ലിമെൻറ്റേഷനിലാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം ഇരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി കുറേ വർഷങ്ങളായി, 2003 തൊട്ട് തന്നെ ഇതൊക്കെ കാണുന്ന ഒരാളാണ് ചാണ്ടി, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ചാണ്ടി. അത് ജിമ്മായാലും എമർജിംഗ് കേരളയായാലും ആ സമയത്തൊക്കെ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ടായിരുന്നു, അന്നത്തെ പ്രതിപക്ഷമായ ഇന്നത്തെ ഭരണപക്ഷം. LDFിൻ്റെ വികസന കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ചാണ്ടി കരുതുന്നുണ്ടോ? ഇപ്പോൾ അവരുടെ വികസനത്തിലേക്ക് കടക്കാൻ അവരെടുക്കുന്ന ശ്രമങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെന്ന് കരുതുന്നുണ്ടോ? അതിപ്പോൾ അടുത്ത ഒരു വർഷമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞത് ആത്മാർത്ഥതയുണ്ടോ, നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ ഇലക്ഷൻ തൊട്ട് മുമ്പുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വർഷമേ പറയാൻ പറ്റത്തുള്ളൂ. അവരത് നടപ്പിലാക്കിയാൽ നമുക്ക് നോക്കാം. അതായത് പൂർണ്ണമായി ആ സംശയം വിട്ടിട്ടില്ലല്ലേ ചാണ്ടി? തീർച്ചയായിട്ടും. കാരണം നമുക്ക് കഴിഞ്ഞ 9 വർഷം എന്തുകൊണ്ട് നടത്തിയെന്ന ചോദ്യം അതുമായിട്ട് കണക്റ്റഡ് ആണ്. എന്തായാലും വരട്ടെ, അത് നമുക്ക് എല്ലാത്തിനെയും വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു വർഷം നമുക്ക് അവസരം കൊടുക്കാം, ആ ഒരു വർഷം അവർ നടത്തി കാണിക്കട്ടെ. പ്രതിപക്ഷത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായാലും ഇക്കാര്യത്തിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ളപ്പോൾ പോലും തങ്ങളുടെ അഭിപ്രായവും കൃത്യമായ പങ്കാളിത്തവും ഉറപ്പുവരുത്തുക എന്നത് കേരളത്തിനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇത് ഒരുപക്ഷെ രാഷ്ട്രീയമായ സമ്മർദ്ദമൊക്കെ ഉണ്ടാവും, അപ്പോഴും ഇങ്ങനെ ഒരു നിലപാടെടുക്കുക എന്നത് ശ്രമകരമായിരുന്നു. അതോ വികസനം എന്നതിൽ ഇനി ഒന്നിച്ച് നിന്നേ മതിയാകൂ എന്നുള്ള ആ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പോയിന്റിൽ എത്തിയതിൻ്റെ ഭാഗമാണോ? അല്ല, എന്നും UDFിൻ്റെ നിലപാട് ഇതല്ലേ. എന്നും UDF പോസിറ്റീവായിട്ടും പ്രോ
കേരളമായിട്ട് പ്രോ ബിസിനസ്സുമായിട്ടാണ് UDF ചിന്തിച്ചിട്ടുള്ളത്. മാറ്റങ്ങൾ കൊണ്ടുവരും. അതിപ്പോൾ എക്സ്പ്രസ് ഹൈവേ ആണെങ്കിലും കൊച്ചി മെട്രോ ആണെങ്കിലും കണ്ണൂർ എയർപോർട്ട് ആണെങ്കിലും വിഴിഞ്ഞം പോർട്ട് ആണെങ്കിലും ഇന്ന് വിഴിഞ്ഞം പോർട്ട് കേരളത്തിൻ്റെ സാധ്യത അനന്തമായി തുറന്നിരിക്കുക, അനന്തമായി മാറ്റിയിരിക്കുക. അത് കൊണ്ടുവരാൻ എടുത്ത എഫേർട്ട്, കൊച്ചി മെട്രോ കൊണ്ടുവരാൻ എടുത്ത എഫേർട്ട്, കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവരാൻ എടുത്ത എഫേർട്ട്, ആ എഫേർട്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ അല്പമെങ്കിലും വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. നമുക്കറിയാം ആറന്മുളയിൽ എയർപോർട്ട് എന്തായി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ UDF എന്നും പ്രോ ബിസിനസ്സാണ്, പ്രോ ചേഞ്ചാണ്, പ്രോ ഡെവലപ്മെൻ്റ് ആണ്. ഇനിയും അതുതന്നെയാണ് നമ്മുടെ ആഗ്രഹം. അധികാരത്തിലിരുന്നാലും അധികാരത്തിലല്ലേലും UDFൻ്റെ സ്ട്രാറ്റജി ഇതാണ്, സ്റ്റാൻഡ് അതാണ്. അതിന് പ്രത്യേക പ്രതിപക്ഷ നേതാവിനെ അഭിനന്ദിക്കുന്നു, അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിന്നത്. എന്തായാലും ഇന്നലെ നമ്മൾ കണ്ടത് ഇപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന സർക്കാരുമായി വളരെ വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള വേദിയിലാണ് പല പ്രഖ്യാപനങ്ങളും നടന്നത്. അത് നമുക്ക് വളരെ പോസിറ്റീവായി കാണാം. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള ഈ ഒരു പ്രതിപക്ഷത്തെ യുവ തലമുറയും അതിൻ്റെ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ് എന്ന ഈ ഒരു നിലപാടെടുക്കുന്നത് വളരെ വളരെ അഭിനന്ദനാർഹമാണ്. താങ്ക് യു സോ മച്ച് ശ്രീ ചാണ്ടി ഉമ്മൻ, ഞങ്ങളോടൊപ്പം രാവിലെ വന്നതിനും കാര്യങ്ങൾ സംസാരിച്ചതിനും. തീർച്ചയായും എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക എന്നതാണ് ഏത് MLA-മാർക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുന്ന ഒരു സ്വാർത്ഥ താല്പര്യം. താങ്കളുടെ കാര്യത്തിൽ അത് നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗ്ലോബൽ സമ്മിറ്റ്, ഇൻവെസ്റ്റ് കേരള എന്ന പേരിൽ ഒരു ഗ്ലോബൽ സമ്മിറ്റാണ് കൊച്ചിയിൽ നടക്കുന്നത്. അതിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഉണ്ടായത്. ഇന്ന് ലുലു ഗ്രൂപ്പിൻ്റേതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ എത്ര കണ്ട് പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നത് കാത്തിരുന്ന് കാണാം എന്നതാണ് പ്രതിപക്ഷത്തു നിന്നുള്ള യുവ നേതാവായ ചാണ്ടി ഉമ്മൻ അടക്കം പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ പങ്കാളിത്തം കൂടി ഈ ഉച്ചകോടിയിലുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. സമരം ചെയ്തവർക്ക് നേരെ KSRTC പ്രതികാര നടപടി സ്വീകരിക്കുന്നുവെന്ന് പരാതി. സമരം ചെയ്തവർക്ക് ശമ്പളം വൈകി നൽകിയാൽ മതിയെന്നാണ് നിർദ്ദേശം. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്നും KSRTC മാനേജ്മെന്റ് ഉത്തരവിറക്കി. ശമ്പളം കൃത്യസമയത്ത് നൽകണമെന്നതുൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഫെബ്രുവരി 4-ന് TDF പണിമുടക്കിയത്. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ സമരം ചെയ്തവരെ തെരഞ്ഞുപിടിച്ച് ഇവർക്കുള്ള ശമ്പളം വൈകി നൽകിയാൽ മതി എന്നൊരു നിർദ്ദേശം മാനേജ്മെന്റ് ഉത്തരവായി തന്നെ ഇറക്കി കഴിഞ്ഞു. ഒരു മെമ്മോറണ്ടം എന്ന ഒരു സർക്കുലറായി തന്നെയാണത് ഇറക്കിയിരിക്കുന്നത്. പണിമുടക്കിൽ പങ്കെടുത്തവരുടെ വേതനം ഡയസോൺ പ്രഖ്യാപിച്ചിരുന്നു. സ്വാഭാവികമായി ആ ദിവസത്തെ ശമ്പളം അവർക്ക് നൽകേണ്ടതുമില്ല. കാരണം സർക്കാരിന്റെ സമരം തടയാനുള്ള സർക്കാരിന്റെ നടപടിയുടെ ഭാഗമായാണ് ഡയസോൺ പ്രഖ്യാപിക്കുക. അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തവർക്ക് ആ ദിവസത്തെ വേതനം നൽകേണ്ടത്. പക്ഷേ അവരുടെ മുഴുവൻ ശമ്പള ബില്ലുകളും തടഞ്ഞു വയ്ക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2020 ഫെബ്രുവരി മാസത്തെ ശമ്പള ബിൽ ജനുവരി 26 മുതൽ ഫെബ്രുവരിയുള്ള കാലയളവിലെ ഹാജർ നില, ഫെബ്രുവരി 25 കാലയളവിലെ ഹാജർ നില പരിഗണിച്ചുകൊണ്ട് തയ്യാറാക്കണം. ഡയസ്നോൺ വാതകമണ്ഡലം ജീവനക്കാരുടെ ബില്ലുകൾ സമയബന്ധിതമായി പ്രോസസ്സ് ചെയ്ത് അപ്രൂവൽ നൽകണം. മറ്റുള്ളത് പിന്നീട് മാത്രം പരിഗണിച്ചാൽ മതി എന്നൊരു നിർദ്ദേശമാണ് നൽകുന്നത്. സ്വാഭാവികമായും അത് ഇവർക്ക് ശമ്പളം വൈകാൻ ഉള്ള ഇടയാക്കും. ഇതൊരു പ്രതികാര നടപടി എന്നാണ് കോൺഗ്രസ് സംഘടനയായ TDF പറയുന്നത്. ഈ ഉത്തരവ് പിൻവലിച്ച് എല്ലാവർക്കും ഒപ്പം അവർക്കും ശമ്പളം നൽകിയില്ലെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് പോകാനാണ് TDFന്റെ തീരുമാനം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. KSRTC മാനേജ്മെന്റ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. സമരത്തിൽ പങ്കെടുത്തവർക്ക് വൈകി നൽകിയാൽ മതി ശമ്പളം എന്നൊരു ഉത്തരവ് തന്നെ ഇറക്കിയിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഈ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് Q18 കാണാം.